CPM വലിയ പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ ജില്ലാ സമ്മേളനം ഇന്ന് അവസാനിക്കും. വൈകിട്ട് ഹരിപ്പാട് മാധവ ജംഗ്ഷനിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനത്തോടെയാണ് സമാപനം. ജില്ലാ സെക്രട്ടറിയായി ആർ നാസർ തന്നെ തുടർന്നേക്കും. 46 അംഗ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന മുതിർന്ന നേതാവ് ജി സുധാകരൻ സമാപന സമ്മേളനത്തിലും പങ്കെടുത്തേക്കില്ല. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഇതിൽ ആകെക്കൂടി ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഒരാശ്വാസം ഉണ്ടാകുന്ന നാസറിനെ മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നത് മാത്രമാണ്. മറ്റ് തർക്കങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സുധാകരൻ സമാപന സമ്മേളനത്തിൽ വരില്ലെന്ന് പറയുന്നു. ഈ തർക്കങ്ങൾക്കും വിഭാഗീയതയ്ക്കും ഒക്കെ ഇടയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ജില്ലാ സമ്മേളനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് ജില്ലാ CPM-നെ ആശ്വസിക്കാമോ? ശ്രീജ, ആലപ്പുഴയിൽ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ സമ്മേളന നടപടികൾ പരിശോധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ അത് ഒരു അച്ചടക്കത്തിന്റെ സീമകൾ ലംഘിക്കാതെ തന്നെ ഈ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രവർത്തകർ പ്രധാനമായും പിണറായി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ നിർബന്ധിതമാകും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഈ ചർച്ചകൾ, അതായത് സംഘടനാ ചർച്ചകളുമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലടക്കമുണ്ടായ ഗുരുതരമായ തിരിച്ചടികൾ, ഒപ്പം തന്നെ സംഘടനാ രംഗത്തുണ്ടാകുന്ന വിഭാഗീയത അടക്കമുള്ള പ്രശ്നങ്ങൾ, ഇതിനകത്തൊന്നും തന്നെ വലിയ തോതിലുള്ള ചർച്ചകൾ പോലും ഈ സംഘടനാ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാത്തൊരു സമ്മേളനം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കുട്ടനാട് NCP-യുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് CPM-നുള്ളിൽ എന്ത് സംഭവിച്ചു എന്നും അതെങ്ങനെ പരിഹരിക്കപ്പെടുമെന്നും വീഴ്ചകൾ എവിടെയാണ് എന്നും കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു ആരോഗ്യകരമായ ചർച്ചകൾ എവിടെയും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് സമ്മേളന പ്രതിനിധികൾ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പോലും സെലക്റ്റീവായ ആളുകളായിരുന്നു. മറ്റു രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതൃത്വത്തിന്, സജി ചെറിയാൻ നയിക്കുന്ന നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാനോ അതിൽ മറ്റ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനോ ആ സമ്മേളനത്തിൽ അത്തരമൊരു ഗുണകരമായ ചർച്ചകൾ ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് പറയാം. മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ സർക്കാരിനെയും മന്ത്രി സജി ചെറിയാനെയും പുകഴ്ത്തുന്ന ചർച്ചകളായിരുന്നു ഭൂരിഭാഗം ആളുകളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായത് കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ട NCP-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അതിൽ കുട്ടനാട് ഏരിയ സെക്രട്ടറി തന്നെ കുട്ടനാട് MLA-ക്കെതിരെ തുറന്നടിച്ചു. കച്ചവടക്കാരനെ താങ്ങരുതെന്ന് അഭിപ്രായം പറഞ്ഞു. അത് ഏറെക്കുറെ കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ആർ നാസർ പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്ത് തന്നെയാണ് സംസാരിച്ചതും അതിനെ പിന്താങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി കൃത്യമായി അതിനകത്ത് ഇടപെടൽ നടത്തി. അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് അത്തരത്തിൽ NCP-യെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടെടുക്കരുത്. സംസ്ഥാന നേതൃത്വം തന്നെ അതായത് ഇടതുപക്ഷത്തിന്റെ ഒരു ഘടകകക്ഷിയാണ് NCP. അതുകൊണ്ട് തന്നെ വേർതിരിവ് കാണിക്കരുത്, MLA ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പോകണമെന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മറ്റ് CPM സീറ്റെടുക്കണമെന്നുള്ള ആവശ്യത്തിന് മേൽ പറഞ്ഞത് അത്തരത്തിലുള്ള ആലോചനകൾ ഇടതുപക്ഷത്തിനുള്ളിൽ ഇല്ല. അത്തരമൊരു കാര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പറയാം എന്നാണ് പ്രവർത്തകരോട് പറഞ്ഞത്. അതായത് NCP-യെ പ്രത്യേകിച്ച് തോമസ് കെ തോമസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇവിടെ നിലകൊണ്ടത് എന്നുള്ളതാണ്. അത്തരത്തിൽ ആ വിഷയങ്ങളിലൊക്കെ മാത്രമാണ് ചർച്ച വന്നത്. ഇന്ന് എന്തായാലും സമാപന ദിവസമാണ്. ജില്ലാ കമ്മിറ്റി 46 അംഗ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുക്കും. ഈ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 6ഓളം പേരുടെ ഒഴിവ് ജില്ലാ കമ്മിറ്റിയിൽ വരും. അതിൽ പ്രധാനമായും പ്രായാധിക്യം മൂലം ഒഴിവാക്കപ്പെടുന്ന ആളുകളുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെ ചിലർ ഒഴിവാക്കപ്പെടുമെന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ചാരമ്പൂട് നിന്നുള്ള രാഘവന്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് TK ദേവകുമാർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. ആർ നാസർ തന്നെ തുടരാനാണ് സാധ്യത. അതായത് വലിയ വിമർശനങ്ങൾ ഒരു ചർച്ചയാകുന്ന സാഹചര്യം പോലും ഒഴിവാക്കുന്ന തരത്തിൽ വളരെ കൃത്യമായി CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നു. നാസർ തന്നെ തുടരാനാണ് സാധ്യത. പക്ഷേ സുധാകരൻ എന്തായാലും സമാപന സമ്മേളനത്തിലും എത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.